ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മാതൃക ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രവർത്തനം 1-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ കാക്കിരി പൂക്കിരി എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഏതാണ്? ഓപ്ഷൻ എ ഈച്ചയും പൂച്ചയും, ഓപ്ഷൻ ബി തൂവൽ, ഓപ്ഷൻ സി പാത്തുമ്മയുടെ ആട്, ഓപ്ഷൻ ഡി പുഷ്പവാടി. ഏതാണ്? ഓപ്ഷൻ ബി തൂവലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, പറഞ്ഞു തരാവേ. അപ്പോൾ തൂവലാണ്. അപ്പോൾ ഇത് തന്നെ ചോദിച്ചോളണമെന്നില്ല, വേറെ നിങ്ങൾക്ക് കുറേ പാഠം എടുത്തിട്ടുണ്ടല്ലോ മക്കൾക്ക്. അതിലുള്ള ഓരോ പാഠവും ആരാണ് എഴുതിയത്, ഏതിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഏതാണ് ചോദിക്കുകയെന്നറിയില്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുമാരനാശാൻ്റെ ഒളിച്ചുകളി എന്ന കവിതയിലെ വരികൾ ശ്രദ്ധിക്കൂ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ. അപ്പോൾ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അടിവരയിട്ട പദം ഏതാണ്? തരു. അപ്പോൾ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ. ശാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പുകളാണ് അല്ലേ. കൊമ്പുകളൊക്കെ ആയിട്ട് തളിർത്ത് നിൽക്കുന്നത് ആരാണ്? മരങ്ങളാണ്. അപ്പോൾ ആ ഒരു ഒളിച്ചുകളി എന്നുള്ള പാഠത്തിലെ കുറച്ച് വാക്കുകളും അർത്ഥങ്ങളും ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മക്കൾ നോക്കി വെക്കണേ. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏതിൻ്റെ അർത്ഥമാണ് ചോദിക്കുകയെന്ന് നമുക്കറിയില്ല കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കടങ്കഥ കേട്ടാലോ. പച്ചയിൽ പുളി, പഴുത്താൽ മധുരം, പഴങ്ങളുടെ രാജാവ്, ഞാൻ ആരെന്ന് പറയാമോ? ഓപ്ഷൻ എ ഓറഞ്ച്, ഓപ്ഷൻ ബി മുന്തിരി, ഓപ്ഷൻ സി പുളി, ഓപ്ഷൻ ഡി മാങ്ങ. ഏതാണ്? ഓപ്ഷൻ ഡി മാങ്ങയാണ് അല്ലേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപം ഏത്? നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. കുഞ്ചൻ നമ്പ്യാർ ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ കഥകളി, ബി പടയണി, സി ഓട്ടൻതുള്ളൽ, ഡി ചാക്യാർകൂത്ത്. ഏതാണ്? ഓപ്ഷൻ സി ഓട്ടൻതുള്ളൽ അല്ലേ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ ശരിയായ അക്ഷരമാലാക്രമം പാലിക്കുന്നത് ഏത്? ഇതിന് മക്കൾക്ക് എന്തറിയണം? അക്ഷരമാല സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വരിക്ക് വരിയായിട്ട് അറിയണം അല്ലേ. അപ്പോൾ ഒന്നാമത് എന്താണ്? അർക്കൻ, മടല്, തൂമ്പ, പിന്നെയോ പട. ഓപ്ഷൻ ബിയോ പട, മടല്. അപ്പോൾ പട വന്നതുകൊണ്ട് തന്നെ അതല്ല അല്ലേ, അത് നമുക്ക് ഒഴിവാക്കാം. വന്നത് 2 അല്ലേ ഉള്ളത്. ഓപ്ഷൻ സിയും ആ കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ. ഓപ്ഷൻ എയും ആ കൊണ്ടാണ്. ഓപ്ഷൻ ഡിയോ മടൽ എന്ന് പറയുമ്പോൾ മാ ആണ് അല്ലേ. അപ്പോൾ അക്ഷരങ്ങളിൽ ഫസ്റ്റ് അക്ഷരമാലയിൽ അതല്ലേലോ. അപ്പോൾ അർക്കൻ എന്ന് തുടങ്ങുന്ന 2 ഉണ്ട്. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും, മറ്റ് 2 ഒഴിവാക്കുക. പിന്നെ രണ്ടാമത്തത് മടൽ എന്ന് വന്നിട്ടുണ്ട്, തൂമ്പ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഫസ്റ്റ്? മാ ആണോ താ ആണോ? താ ആണല്ലേ. അപ്പം നമുക്ക് തൂമ്പ, അർക്കൻ, തൂമ്പ, പട, മടല് അത് എഴുതി കൊടുക്കുക അല്ലേ. പ ഫ ബ ബ മ അല്ലേ. പായം കഴിഞ്ഞിട്ടല്ലേ മാ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി അർക്കൻ, തൂമ്പ, പട, മടല് എന്നതുള്ളത് ശരി ഉത്തരം. അപ്പോൾ പ്രവർത്തനം 1 അതോടുകൂടി കഴിഞ്ഞു. ഇനി പ്രവർത്തനം 2, കടങ്കഥ നിർമ്മിക്കാം. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആരൊക്കെയാണുള്ളത്? മയിലുണ്ട്, തവളയുണ്ട് അല്ലേ. അപ്പോൾ അതിലിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എടുത്തിട്ട് പിന്നെ കടങ്കഥകൾ ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ പട്ടുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെത് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അറിയെങ്കിൽ ആദ്യമേ പഠിച്ച് കുറച്ച് അത്യാവശ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിയിട്ട് ആദ്യമേ കുറച്ചെണ്ണമൊക്കെ പഠിച്ച് വെക്കുക. ബാക്കിയുള്ളത് ഇല്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കി എഴുതുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 3, ഉത്സവ പറമ്പിലേക്ക്. അനുവിൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അനുവും അച്ഛനും അമ്മയും കൂടി ഉത്സവം കാണാനായി ഇറങ്ങി. വഴിയിൽ അത്രയും കച്ചവടക്കാരാണ്. കളിപ്പാട്ടങ്ങളും തട്ടുകടകളും മുറുക്കും പൊരിയും അങ്ങനെ. എത്ര ആനകളാണ് അമ്മേ നിരന്നു നിൽക്കുന്നത്? 1, 2, 3. അനു എണ്ണി 10 എണ്ണമുണ്ട്. അവൾ ആനയെ തൊടണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് ആനയുടെ അടുത്തേക്ക് നടന്നു. എന്ത് നീളമാ ആനയുടെ തുമ്പിക്കൈക്ക്! അവൾക്ക് അത്ഭുതമായി. അന്ന് അവൾക്ക് ഏറെ സന്തോഷമായി. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അനു തൻ്റെ ഡയറി എഴുതാൻ തുടങ്ങി. ഡയറി പൂർത്തിയാക്കാമോ?
അപ്പം നമുക്ക് ഡയറി എങ്ങനെ എഴുതാം? വലതുഭാഗത്ത് മുകളിലായിട്ട് ഡേറ്റും ദിവസവും എഴുതുക. അതിനുശേഷം എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു, ഞങ്ങളിന്ന് ഞാനും അമ്മയും അച്ഛനും കൂടെ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ വഴിയിലൊക്കെ എന്തുണ്ട്, കച്ചവടക്കാരും കളിപ്പാട്ടങ്ങളും തട്ടുകടകളും മുറുക്കും പൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. ആനകളാണ്, 10 ആനകളെ കണ്ടു. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങൾ നമ്മൾ ഡയറി എഴുതുന്നത് പോലെ അനുവിൻ്റെ ഡയറി അനു നമ്മളാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 4, പാചകക്കുറിപ്പ് തയ്യാറാക്കാം. ഇതും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ മേരി അടുക്കളയിലേക്ക് ഓടി. ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അച്ഛൻ. അച്ഛാ, നാളെ എൻ്റെ സ്കൂളിൽ പലഹാരമേളയാണ്. എനിക്കും എന്തെങ്കിലും പലഹാരം അച്ഛൻ ഉണ്ടാക്കി തരണം. ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലും പലഹാരമേള ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതാമോ? അപ്പോൾ നിങ്ങൾ ഏതിൻ്റെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സ്കൂളിൽ പായസത്തിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു പായസമോ സിമ്പിളായിട്ടുള്ളൊരു പലഹാരത്തിൻ്റെതൊക്കെ മക്കൾ പഠിച്ചു വെക്കുക. അതെന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് ആദ്യം എഴുതുക. ആദ്യം പലഹാരത്തിൻ്റെ പേരെഴുതുക. അതിനുശേഷം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് എഴുതുക. അതിനുശേഷം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നല്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചുരുക്കിയിട്ടൊന്ന് എഴുതുക കേട്ടോ. അടുത്തത് പ്രവർത്തനം 5, പഴഞ്ചൊല്ലാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം അല്ലേ. ധൃതിയോ തിടുക്കമോ ഇല്ലാതെ സാവകാശം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവും. നമ്മൾ തിരക്കിട്ടൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു ധൃതിയും കൂട്ടാതെ സാവധാനം ചെയ്യുന്നതിനാണ് കൂടുതൽ ഫലം ഉണ്ടാവുക അല്ലേ, ഗുണം ഉണ്ടാവുക എന്നാണ് ഈ പഴഞ്ചൊല്ല് നമ്മോട് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം കൂട്ടുകാർ വായിച്ചല്ലോ. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാമോ? ഏതാണ് പഴഞ്ചൊല്ല്? എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നല്ലപോലെ അതിന് ഫലം കിട്ടും എന്നുള്ളതാണ് അല്ലേ. അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഫലം കിട്ടൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്. നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ മലയാളത്തിലുള്ള ഈ 5 ക്വസ്റ്റ്യൻസും 5 പ്രവർത്തനങ്ങളും ഇതിൻ്റെ വേറെ വേറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മക്കൾ ചെയ്ത് നോക്കുക ഈ മോഡലിൽ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരികളിലേക്കും കൂട്ടുകാരന്മാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.